പുള്ളിപ്പുലിക്ക് അതിന്റെ പുള്ളികള് മായ്ക്കാൻ കഴിയില്ല, തൽക്കാലത്തേക്ക് മറച്ചു വെക്കാനേ കഴിയും. അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിന്റെ പുള്ളികൾ ഒരിക്കലും അതിനെ മായ്ക്കാൻ കഴിയില്ല, അത് സ്വാഭാവികമാണ്. തൽക്കാലത്തേക്ക് മറക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചാലും ഇവിടെയുള്ള ഒരു ത്രെറ്റ് എന്ന് പറയുന്നത് ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അവരിങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ്, ഈ വിധത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തിയോ? അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ജാമ്യം കിട്ടിയാൽ ആ നിമിഷം അവർ അതീവ സുരക്ഷിതമായിട്ട് എത്തേണ്ടിടത്ത് എത്തും. അവരുടെ അതും കൂടെ ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ പോകത്തുള്ളൂ. അല്ല, അതിനകത്ത് പ്രധാനമായും ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അക്രമിക്കെതിരെ ഉള്ള ഒരു കേസ് എടുക്കണം. അത് തീർച്ചയായിട്ടും ഈ സർക്കാർ എടുക്കണം. അതിന് ഇതുവരെ ഒരു പരാതി പോയിട്ടില്ല. സോമോട്ട് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നമുക്ക് നോക്കാം, പരാതികൾ പോകുന്നുണ്ടോ നോക്കാം. പരാതി ഉണ്ടാവും. അല്ല, പോലീസിന് സോമോട്ടമായിട്ട് എടുക്കാവല്ലോ. അവർ കാണുന്നത് അവരുടെ മുമ്പിൽ വെച്ചുള്ള സംഗതി നടക്കും. മാത്രല്ലെന്ന് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇവരെ മർദ്ദിക്കുന്നത്. ഇപ്പൊ ഈ സിസ്റ്റേഴ്സിനോട് ഞങ്ങള് ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ, കാരണം വെച്ചാൽ ഒരുപാട് ആശയക്കുഴപ്പം നമ്മുടെ പല മേഖലയിലുണ്ട്. ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഇതിന്റെ ക്രൊണോളജിയും വസ്തുതയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു. ഇന്ന് വളരെ കൃത്യമായി സ്പഷ്ടമായിട്ട് സംസാരിച്ചു. ഈ 3 യുവതികള് പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ, അവരുടെ ഒരു സഹോദരി ഈ കന്യാസ്ത്രീയുടെ കൂടെ ജോലി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് 5 വർഷം ജോലി ചെയ്ത് അവരവിടുന്ന് വളരെ സന്തോഷത്തോടുകൂടി വിവാഹം കഴിച്ച് പോയി എന്നുള്ളതുകൊണ്ട് ആ ബന്ധം 2 ഈ ഒരു സിസ്റ്റർ ഈ നാരായൺപൂരില് ഈ കുട്ടികളുടെ വീടൊക്കെ ഉള്ള സ്ഥലത്ത് അവരവിടെ ജോലി ചെയ്തതാണ്. ആ ബന്ധം വെച്ച് ഇവർക്ക് ജോലി വേണമെന്നുള്ള വിവരം വന്നപ്പോൾ ശരി ജോലി തരാം, അതിന്റെ കണ്ടീഷൻസ് ഉൾപ്പെടെയുള്ള അവർ പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഒരാള്, അതായത് ഒരു പെൺകുട്ടി ഒരു സിസ്റ്ററുടെ ഷഡോളിലേക്ക് പോകുന്നു. മറ്റ് 2 പെൺകുട്ടികളെ ഒരു സിസ്റ്റർ കൊണ്ടുപോയി ഒരാൾക്ക് ഭോപ്പാലിൽ അവിടുത്തെ ഡിസ്പെൻസറിയിൽ ജോലി കൊടുക്കുന്നു, 3ാമത്തെ ആൾക്ക് ആഗ്രയിൽ കൊടുക്കുന്നു. മാത്രമല്ല ഇവർ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇനി 10ാം ക്ലാസ് ജയിച്ചില്ലെങ്കിലും പ്രശ്നമല്ല. 10ാം ക്ലാസ് വരെ പഠിച്ച ആൾക്കാർക്ക് നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ കോഴ്സ് ചെയ്യാം. ആ നേഴ്സിംഗ് അസിസ്റ്റന്റ്സിന്റെ കോഴ്സിന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല അതിന് വരുന്ന ഫീ തന്നെ ഈ കന്യാസ്ത്രീകൾ തന്നെ അതിന്റെ പൂർണ്ണമായ പങ്കും, അതല്ലെങ്കിൽ ഒട്ടുമിക്കവാറും അതിന്റെ ചെലവ് വഹിക്കാമെന്നുള്ള കാര്യവും പറഞ്ഞ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടാണ് ഇവർ വന്നത്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ മർദ്ദിച്ചു, ഒരു കുട്ടീനെ. അത് മാത്രമല്ല ഈ 3 പേരെ ബജ്രംഗ് ദളുകാര് 3 മുറിയിലേക്ക് പിടിച്ചോണ്ട് പോയി. അതായത് ഒരുമിച്ചല്ല ചോദ്യം ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് 3 പേരെയും കൂടി പിടിച്ചോണ്ട് പോയപ്പോൾ ഒരു കുട്ടിക്ക് അവരെങ്ങോട്ടാണ് പോകുന്ന കറക്റ്റ് സ്പോട്ട്, ഇപ്പൊ ഷഡോള്, ഭോപ്പാല്, ആഗ്ര എന്നൊക്കെ പറയുമെങ്കിൽ പോലും ആ പർട്ടിക്കുലർ ഡിസ്പെൻസറിയുടെ സ്ഥലം അറിയാത്തപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ മർദ്ദിച്ചു ആ കുട്ടീനെ. ഇതാണ് എന്റെ സ്ഥിതി. അതുപോലെ ആ പയ്യനെ, ഇപ്പം സന്തോഷം പറഞ്ഞ ആ ആദിവാസി യുവാവിനെ ക്രൂരമായിട്ട് ഇവർ മർദ്ദിച്ചു. അപ്പോൾ ഇവർക്ക് അതിനകത്ത് യാതൊരുവിധ എന്താ പറയാ ഒരു ആശയക്കുഴപ്പം ഈ കന്യാസ്ത്രീകൾക്കില്ല. ഇപ്പോൾ അവരന്താളിക്കുകയാണ്. എന്താ ഇതിനെക്കുറിച്ചൊരു ആശയക്കുഴപ്പം? ഞങ്ങള് അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നവർ തന്നെയാണ്. അവർക്ക് തന്നെ അങ്ങോട്ട് എത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്. അത് മാത്രമല്ല ഒരു ഷഡോളിലേക്ക് പോകുന്ന കന്യാസ്ത്രീയുടെ ഇവർ വന്നിറങ്ങി കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിന് ശേഷമാണുള്ളതാണ്. അതിന് ടിക്കറ്റ് ഇവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഇവർ കാണിച്ചു അവിടെ. ഒറ്റ കാര്യം കൂടി, അതായത് ഈ ഒരു ജില്ലാ സെഷൻസ് കോടതിയുടെ വാദിക്കെ കഴിഞ്ഞ ദിവസം കണ്ടത് ബജ്രംഗ് ദളിന്റെ പ്രതിഷേധം മാത്രമല്ല, പോലീസിന്റെ വാഹനത്തിൽ നിന്ന് ഈ അനൗൺസ് ചെയ്യുന്ന സ്പീക്കറും ഈ ഫോണൊക്കെ എടുത്തുകൊണ്ട് അനൗൺസ് ചെയ്യാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാന്ന് ഒരു ബജ്രംഗ് ദളിന്റെ ഒരു നേതാവ്. മുഖ്യമന്ത്രി തന്നെ അതായത് ട്വീറ്റിലൂടെ ഈ ഒരു കള്ളക്കഥകളെ സാധൂകരിക്കുമ്പോൾ ഈ പോലീസിൽ നിന്നും അധികൃതരിൽ നിന്നും അഡ്മിനിസ്ട്രേഷനിൽ നിന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ബജ്രാളിൽ നിന്നൊക്കെ നമുക്ക് എന്താ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇത് നടന്നത് നമുക്ക് ഈ അനീതി നടന്നിരിക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്നല്ല, ഭരണകൂടത്തിൽ നിന്നാണ്. വളരെ വ്യക്തമല്ലേ? അവരുടെ അതിന്റെ പൂർണ്ണമായ സപ്പോർട്ടോടു കൂടിയാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഈ പറഞ്ഞ ഈ കുറ്റവാളികൾക്കെതിരെ എന്ന് പറഞ്ഞാൽ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്തേ പറ്റൂ. അതിനുള്ള കേസ് സുമോട്ടോ എടുക്കേണ്ടതാണ് പോലീസിന് മുമ്പിലായതുകൊണ്ട്. ഇനി അതല്ലെങ്കിൽ പരാതി ഇതുമായി ബന്ധപ്പെട്ട് പോകും. മാത്രമല്ല ഈ ഘട്ടത്തിൽ ഈ ഛത്തീസ്ഗഡിലെ BJPയെയും അവിടുത്തെ ഗവൺമെന്റിനൊന്നും നന്നാക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇത് വളരെ വളരെ ഇവിടെ പുറത്തറിയുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് പലതും നടക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
ഇവിടെ പോലീസ് സൂപ്രണ്ടിന്റെ ഉത്തരവിനകത്ത് തന്നെ ചില കാര്യങ്ങൾ വരുന്നു. ഈ മതപരിവർത്തനം ഉൾപ്പെടെ തടയാൻ അവർ മറ്റുള്ളവർക്ക് ഒരു വിജിലൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളാണ്. ഇപ്പൊ എല്ലാ വിഷയങ്ങളിലേക്കും നമ്മൾ പോയാൽ ഇന്ന് നേരം പൊളന്നു എന്നുള്ളത് കൊണ്ട് ഇവരൊന്നും നന്നാക്കാൻ നമ്മൾക്കിപ്പോ തൽക്കാലം പറ്റുകയല്ല. ഈ കാര്യത്തിനകത്ത് എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടട്ടെ, അവരെ സുരക്ഷ ഉറപ്പാക്കണം, FIR പിന്നെ റദ്ദാക്കണം, ആ നടപടിക്രമങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. കന്യാസ്ത്രീകളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന യുവതികളൊന്നും ഒറ്റപ്പെട്ടു പോകില്ല, അല്ലെങ്കിൽ ഇനി ഉറപ്പില്ല. ഈ രാജ്യം അവരുടെ കൂടെ ഉണ്ടല്ലോ, രാജ്യം അവരുടെ കൂടെയാണ്. മഹാഭൂരിപക്ഷവും ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരാണ്. ഇന്ത്യക്കാർ ഭൂരിപക്ഷവും ഗവൺമെന്റ് അധികാരത്തിലില്ലെങ്കിലും 17% ഇന്ത്യക്കാർക്കുടെ വികാരമാണ് ഇത് എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന് ഇങ്ങോട്ട് വരാൻ പ്രേരകമാകുന്ന ഘടകം എന്താണ്? ഈ രാജ്യത്തുടനീളം ഉയർന്നിരിക്കുന്ന കേരള സമൂഹം ഒരുമിച്ച് ഒരു മനസ്സോടെ ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. അതല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുമോ? അതോടൊപ്പം തന്നെ അതായത് ഈ വഞ്ചനയ്ക്കും കാപിട്ടത്തിനൊക്കെ പുതിയ ഭാഷ്യം ചമയ്ക്കുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ഈ BJP നേതാക്കൾക്ക് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പിൽ തലയുയർത്തിക്കാൻ പറ്റുമോ? പക്ഷെ പോയി അരമനെ കയറിയിരിക്കാനുള്ള ഒരു ധാർഷ്ട്യം കാണിച്ചു. എത്രത്തോളം രാഷ്ട്രീയം ഡീജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിന് തെളിവല്ലേ ഇത്? ഈ മന്ത്രി ശിവൻകുട്ടിയുടെ ഈ സഭാധ്യക്ഷന്മാർക്കെതിരായ ഒരു കുറ്റപ്പെടുത്തൽ, ഒരു വിമർശനം ഈ സഭാധ്യക്ഷന്മാരെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. കാരണം അതിനുശേഷം അവർ നടത്തിയ പ്രതികരണങ്ങൾ എല്ലാവരും ആ തരത്തിലാണ് സൂചിപ്പിക്കുന്നത്. അല്ല, കുറ്റപ്പെടുത്തലല്ലോ. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു ആശയവിനിമയമല്ലേ. അതായത് ഈ ഒരു വിഷയത്തില് കേവലപരമായിട്ടുള്ള പ്രതികരണം പോരാ, ശക്തമായിട്ട് പ്രക്ഷോഭം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കേവലപരമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നമ്മുടെ പ്രതിരോധവും പ്രതിഷേധവും ഒതുങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ജാഗ്രതപ്പെടുത്തലാണ്. ആ ജാഗ്രതപ്പെടുത്തലിനെ മതമേലധ്യക്ഷന്മാര് പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടല്ലേ. അതായത് കർദിനാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിന്റെ രാജ്ഭവനിലേക്കാണ് മാർച്ച് ചെയ്തത്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ? ഈ ഛത്തീസ്ഗഡിലെ മുഖ്യ പ്രതിപക്ഷം